ഹായ്, നമസ്കാരം. ഞാനിന്നൊരു വീഡിയോ ചെയ്യുന്നത് സെറ്റ് ഔട്ടിനെ കുറിച്ചാണ്. നമുക്ക് തിരുവനന്തപുരത്ത് PTP നഗറിൽ അനൂപിൻ്റെയും അഞ്ജുവിൻ്റെയും വീടാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് എങ്ങനെ സെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പോകുന്നത്. സെറ്റ് ഔട്ട് എന്ന് പറയുന്നത് തന്നെ ശരിക്കും അറിയാലോ, നമുക്കൊരു ഐഡിയ ഉണ്ടാകും, ഒരു കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐഡിയ ഉണ്ടാകും. ആ ഐഡിയ കസ്റ്റമർ നമുക്ക് പറഞ്ഞു തരികയും കസ്റ്റമറും നമ്മളും ചേർന്നിട്ട് ആ ഐഡിയ ഒരു പേപ്പറിലേക്ക് പകർത്തുകയും പേപ്പറിൽ പകർത്തിയ ഡ്രോയിങ് ഭൂമിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആ വർക്കിനെയാണ്, ആ ജോലിയാണ് ശരിക്കും സെറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ശരിക്കും സെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് പല വീഡിയോകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടണമെങ്കിൽ ഫ്രണ്ടിൽ മിനിമം 3 മീറ്റർ വേണം, രണ്ട് സൈഡിലും ഇരുവശങ്ങളിലും ഓരോ മീറ്റർ മിനിമം വേണം, ബാക്ക് സൈഡിലാണെങ്കിൽ 1.5 മീറ്റർ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള മെഷർമെൻറ്റുകൾ മിനിമമാണ് ഞാൻ പറയുന്നത്. അത് ഓരോ ഭൂമിക്കനുസരിച്ച്, ഇപ്പോൾ 3 സെൻറ്റ് മുതൽ 3 സെൻറ്റിനാണെങ്കിൽ ഒരു നിയമവും മറ്റ് റൂളുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. എന്തായാലും ഈ ഒരു രീതിക്കനുസരിച്ച്, ബിൽഡിംഗ് പെർമിറ്റിനനുസരിച്ച് ആ ഡ്രോയിങ് അതുപോലെ ഭൂമിയിലേക്ക് അപ്ലൈ ചെയ്യുകയും ആവശ്യമുള്ള മെഷർമെൻറ്റ് യോജിപ്പിച്ചുകൊണ്ട് കസ്റ്റമറെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം ആണ് നമുക്ക് കാണുന്നത്, നമ്മൾ ശരിക്കും ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു സെറ്റ് ഔട്ടിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സെറ്റ് ഔട്ടിങ് ശരിക്കും നമ്മുടെ പേപ്പറിലുള്ള അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ആ പ്ലാനിനെ മെഷർമെൻറ്റ് കിട്ടുന്ന രീതിയിൽ ചോക്ക് പൗഡർ ഉപയോഗിച്ച് ആ ഭൂമിയിലേക്ക് മാർക്ക് ചെയ്ത് അതിന് എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്ത ശേഷം ഫൗണ്ടേഷന് വേണ്ടിയിട്ട് പില്ലറും അതുപോലെ ബേസ്മെൻറ്റിന് വേണ്ടിയിട്ട് ബീമും ആയിട്ട്, പ്ലിന്ത് ബീമും ആയിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ബീമും പില്ലറും ആക്കി അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബേസ്മെൻറ്റിലാണ് ശരിക്കും നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി സ്റ്റാർട്ട് ചെയ്യുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്നത്. സെറ്റ് ഔട്ടിങ് ടൈമിൽ ശരിക്കും സൈറ്റ് എഞ്ചിനീയർ അതുപോലെ തന്നെ പ്രോജക്റ്റ് മാനേജറൊക്കെ കൃത്യമായിട്ടും ആ പ്ലാൻ അനുസരിച്ച് തന്നെ സെറ്റ് ഔട്ടിങ്ങിന് ശ്രമിക്കുകയും അവർ കൃത്യമായും ആ സ്റ്റാർട്ടിങ്ങിൽ മുതൽ എൻഡിങ് വരെ നമ്മുടെ സ്റ്റാഫ് ആ സൈറ്റിൽ ഉണ്ടാവുകയും ഓരോ മെഷർമെൻറ്റും വളരെ ബെറ്ററായിട്ട് അവിടെ അത് പ്ലാൻ ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സെറ്റ് ഔട്ടുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. കൂടുതൽ കൺസ്ട്രക്ഷൻ അപ്ഡേറ്റുകൾക്കായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു. DR Tech Homes Private Limited, Trivandrum, an archway to future.